കറക്റ്റ് 32-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവ് ഈ ലോകം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 33-ാമത്തെ വയസ്സിൽ പിതാവ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. 1956. 33 വർഷം പിതാവ് കർത്താവിൻ്റെ ഈ മഹത്വപൂർണ്ണമായ ശുശ്രൂഷ ചെയ്തിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സെൻറ്ററുകളിലും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് തൻ്റെ വേല തികച്ച് സിയോനിലേക്ക് ചേർക്കപ്പെട്ടു. ഞങ്ങൾ മക്കൾ 3 പേരുമായി പിതാവ് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നു 1956. അന്ന് നമ്മുടെ ഈ TPMൻ്റെ വേല എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വാടക വീടുകളായിരുന്നു. വാടക വീടുകൾ. ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ പറമ്പിൽ ആരാധനയ്ക്കായിട്ട് ചെറിയ ഷെഡ് ഉണ്ടാക്കും. ഓല കൊണ്ട് മേഞ്ഞ ഷെഡ്. ഫെയ്ത്ത് ഹോമാണെങ്കിൽ ഓല മേഞ്ഞതും പിന്നെ ഈ ഹൈ റേഞ്ച് ഭാഗങ്ങളിലുള്ള ഫെയ്ത്ത് ഹോമുകളിലൊക്കെ പുല്ല് മേഞ്ഞതാണ്. വനത്തിൽ പോയി കാട്ടിൽ പോയി ഒരു സൈസ് പുല്ലുണ്ട്, അത് അരിഞ്ഞു കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണങ്ങി ആ പുല്ല് മേയും. ഓലയ്ക്ക് പകരം ഹൈ റേഞ്ചിലൊന്നും തെങ്ങിയില്ലെന്ന്. ഈ പുല്ല് കൊണ്ടുള്ള വീടുകളാണ് ഏറിയ പങ്കം. ഫെയ്ത്ത് ഹോമുകളും അങ്ങനെയായിരുന്നു. ആരാധനാ ഹോളുകളും അത് പുല്ലുമേഞ്ഞ ഹോളുകളായിരുന്നു. അതിനൊന്നും ഭിത്തിയില്ല. 4 തൂണേ നിൽക്കുന്ന തടിത്തൂണേ നിൽക്കുന്ന 4, 5, 7, 8 തൂണുകളിൽ നിൽക്കുന്ന ഷെഡ്, അത് പുല്ലുമേയും. അതിൻ്റെ ഭിത്തി, അത് ഭിത്തിയൊന്നും കല്ല് വാങ്ങി ചുടുകട്ടയോ മറ്റ് കല്ലുകളോ വെട്ടുകല്ലോ വെച്ച് കെട്ടാൻ സാമ്പത്തിക ശേഷിയില്ല. വിശ്വാസത്താൽ ജീവിക്കുക വളരെ ബുദ്ധിമുട്ട്. ഭക്ഷണം പോലും ഇല്ലാത്ത കാലം. വിശ്വാസികളും ചുരുക്കമായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അത് ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ മക്കൾ 3 പേരെ കൊണ്ട് പിതാവ് കൊട്ടാരക്കര സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വന്നു 1956. അതും വാടക വീടാ. അതിൻ്റെ പറമ്പിൽ ഓല കൊണ്ടുള്ള ഷെഡ്. 4, 5, 6 വയസ്സിലൊക്കെ ഈ ആരാധനാ ഹോളിലാണ് കുഞ്ഞുങ്ങളായ ഞങ്ങൾ അത് ഓടിക്കളിച്ചത്. ഭക്ഷണമില്ലാത്ത കാലമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ കാലങ്ങൾ പിന്നിട്ടു. ആത്മാക്കളെ ദൈവം തന്നു. സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അത് പട്ടിണിയൊക്കെ മാറി. 4 വയസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവഭവനത്തിൽ കടന്നു വന്ന എനിക്ക് 24-ാമത്തെ വയസ്സിലാണ് ഭക്ഷണം കിട്ടിയത്. ഭക്ഷണമില്ലാതെ നിലവിളിക്കും. ഞാൻ മാത്രമല്ല, സുവിശേഷ വേലക്കാരുടെ മക്കൾ 4, 5, 6 വയസ്സ് പ്രായമുള്ള പല കുട്ടികളുണ്ടായിരുന്നു. വിശന്ന് നിലവിളിക്കും. വീട്ടിൽ അതേ ഭക്ഷണമൊക്കെ കഴിച്ച് മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമില്ല. പുതിയ സാഹചര്യം. വീട്ടിലെ സാഹചര്യമാണോ ദൈവത്തിൻ്റെ ഭവനത്തിൽ? അന്ന് കൊട്ടാരക്കരയിൽ ഏകദേശം ഒരു 50-ലധികം പേരുണ്ട്. കർത്താവിൻ്റെ വേലക്കാരുടെ മക്കൾ ഉൾപ്പെടെ. ഇത്രയും പേർക്ക് ഭക്ഷണം വേണം. ഭക്ഷണമില്ല. കുഞ്ഞുങ്ങൾക്ക് തരുവാൻ പോലും ഭക്ഷണമില്ല. അങ്ങനെയുള്ള കാലഘട്ടം. എന്നാൽ ആ അന്തരീക്ഷമൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സ്വന്തമായ വിശ്വാസ ഭവനങ്ങളുണ്ട്. ഞാൻ 70 മുതൽ 74 വരെ അത് എറണാകുളത്തായിരുന്നു. അവിടെ വാടക വീടും അതിൻ്റെ പറമ്പിൽ ഓല കെട്ടിമേഞ്ഞ ഒരു ആരാധനാ ഹോളിൽ 40 പേർക്കിരിക്കാം. അരഭിത്തിയുണ്ട്. അരഭിത്തിക്ക് മുകളിൽ അത് പരമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഓല കൊണ്ട് അത് ഇങ്ങനെ സ്ക്രീൻ പോലെ തട്ടിയുണ്ടാക്കി അത് കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഈ ഹോളിന് ആരാധന ഹോളിന് വാതിലൊന്നുമില്ല, ഓപ്പണാണ്. 74-ൽ ഞാൻ ഈ തിരുവല്ലായിൽ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ സഭായോഗം ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തല ഞാൻ സഭായം നടത്തുവാനായിട്ട് ഇവിടുത്തെ സെൻട്രൽ പാസ്റ്റർ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, പോയി സഭായം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അവിടുത്തെ ആ വീടും വാടക വീടായിരുന്നു. അറയും നിരയുമുള്ള ഒരു വീട് വാടകയ്ക്ക്. അതിൻ്റെ പറമ്പിലൊരു ഓല ഷെഡ്, 4 തൂണിൽ നിൽക്കുന്ന ഓല ഷെഡ്. ആ ഓല ഷെഡിൽ ആണ് എൻ്റെ ആദ്യത്തെ സഭായോഗം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നാൽ നമ്മുടെ വേലയെ കർത്താവ് അനുഗ്രഹിച്ചു. ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചു. കുടുംബങ്ങളെയും തലമുറകളെയും ഒക്കെ ദൈവം അനുഗ്രഹിച്ചു. സാമ്പത്തിക ശേഷിയുണ്ടായി. അങ്ങനെ വരപ്പോൾ സ്വന്തമായ വിശ്വാസ ഭവനങ്ങൾ, ആരാധനാ ഹോളുകൾ
ഒക്കെ നിർമ്മിക്കുന്നതിനും ദൈവം വഴിയൊരുക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ നാം വായിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, എന്നാൽ അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുന്നവർക്കല്ലാതെ ആർക്കും ഈ സ്ഥാനം സ്വയമേ എടുക്കുവാൻ സാധ്യമല്ല, സ്വതവേ എടുക്കുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് അത് ഈ ഭൂമിയിൽ ജാതനായി 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ അവൻ സ്നാനമേറ്റു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവനിൽ ഇറങ്ങി വന്ന് ആവസിച്ചു. പിന്നീടുള്ള 3.5 വർഷക്കാലം കർത്താവിൻ്റെ ശുശ്രൂഷാ പീരീഡായിരുന്നു. ആ 3.5 വർഷത്തെ കാര്യങ്ങളാണ് സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവ് അത് അനേക അത്ഭുതങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി. അത് അങ്ങനെ അത്ഭുതങ്ങൾ. പിന്നെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ ഒക്കെ കർത്താവ് അത് വെളിപ്പെടുത്തിയപ്പോൾ, അനേക രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ പോയി. എന്തിനാ? അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കാണുവാൻ, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം കേൾക്കുവാൻ അനേകർ കർത്താവിൻ്റെ പിറകെ പോയി. അങ്ങനെ കർത്താവിൻ്റെ പിറകെ പോയപ്പോൾ വലിയ ജനക്കൂട്ടം, അതിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ തുര്യകാലത്ത് രക്ഷിക്കപ്പെട്ടവർ 3000 പേരെന്ന് അത് കണക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 57-ാമത് വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, യേശുവും ശിഷ്യന്മാരും വഴി പോകുമ്പോൾ വലിയ പുരുഷാരമുണ്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വലിയ പുരുഷാരവുമായി യേശു ഇങ്ങനെ മുമ്പേ പോകുക. അതിന് പിറകെ ഈ ജനം അവൻ്റെ അതേ പ്രസംഗം കേൾക്കുവാനും സുവിശേഷം കേൾക്കുവാനും രോഗസൗഖ്യം പ്രാപിക്കുവാനുമായിട്ട് വലിയ പുരുഷാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വലിയ പുരുഷാരവുമായി യേശു പോകുമ്പോൾ അതെ ഒരുത്തൻ യേശുവിൻ്റെ അടുത്ത് എന്നിട്ട് യേശുവിനോട് ചോദിച്ചു, യേശുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഒരുത്തൻ അവനോട്, അത് വായിച്ചാട്ട്. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. ഒരുത്തൻ, ഈ 1000 ജനം തൻ്റെ കൂടെ ചെല്ലുമ്പോൾ അതിൽ ഒരുത്തൻ മുൻപോട്ട് വന്നിട്ട് യേശുവിനോട് പറഞ്ഞു. ഒരുത്തൻ അവനോടെന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു വിളിച്ചൊന്നുമല്ല, ജനക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ യേശുവിനോട് അങ്ങോട്ട് എന്ന് പറയുക, യേശുവിനോട് ചെന്ന് പറയുക, യേശുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന്. അപ്പോൾ യേശു അവനോട് പറഞ്ഞ മറുപടി എന്താകുന്നെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു അവനോട് യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിന് പറവ ജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലം ഇല്ല എന്ന് പറഞ്ഞു. ഈ പുള്ളിക്ക് നമുക്കൊരു പേര് കൊടുക്കാം നമ്മുടെ ഭാഷയിൽ, ദ്രുതഗതിക്കാരൻ. നമ്മുടെ കൂട്ടത്തിലുണ്ട് ദ്രുതഗതിയുള്ളവർ. കാര്യം യേശു വിളിച്ചില്ല, സുവിശേഷ വേലയെക്കുറിച്ച് ഒന്നും യേശു പറഞ്ഞില്ല. ഒരുത്തൻ അങ്ങോട്ട് എന്ന് പറയുക, അങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരുത്തൻ അവനോട്, യേശുവേ, നീ എവിടെ പോയാലും അതെ ഞാൻ നിന്നെ അനുഗമിക്കാം, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്, നിന്നോട് കൂടെ നിൽക്കാമെന്ന് യേശുവിനോട് അങ്ങോട്ട് എന്ന് പറയുക. ഉടനെ കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. പിന്നെ ആ പുള്ളിയെക്കുറിച്ച് ഒന്നും അവിടെ എഴുതിയിട്ടില്ല. അവൻ എതിലേ പോയെന്ന് അറിയത്തില്ല. ദ്രുതഗതിക്കാരനാണ്, പെട്ടെന്ന് തീരുമാനമെടുത്തു. നമ്മുടെ ഇടയിലും ദ്രുതഗതിക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ ആ ആളിനെ ദ്രുതഗതിക്കാരൻ എന്ന് വിളിക്കാം. രണ്ടാമത് അത് എഴുതിയിരിക്കുന്നു, യേശുവോ വേറൊരുത്തനോട്, അത് യേശു അങ്ങോട്ട് പറയുക, യേശുവോ വേറൊരുത്തനോട് നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ. വായിച്ചാട്ട്. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അതെ, ഈ രണ്ടാമത്തെ ആള് എന്നെ യേശു വിളിച്ചതാ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? അതെ, യേശുവേ, അതെ
ദൈവം വിളിച്ചപ്പോൾ യേശു കർത്താവ് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, യേശു അവനോട്, അതെ വായിച്ചാട്ടെ, യേശു അവനോട് മരിച്ചവർ, അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാം എന്ന് പറഞ്ഞു. യേശു വിളിച്ചപ്പോൾ അതെ അവൻ പറഞ്ഞു, മുമ്പേ എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ, അപ്പൻ മരിച്ചുപോയി, അപ്പനെ കുഴിച്ചിടാനായിട്ട് അതെ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞു. ഉടനെ യേശു കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷം പറയാൻ പറഞ്ഞു, സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അവന് നമ്മുടെ ഭാഷയിൽ നമുക്ക് ഒരു പേര് കൊടുക്കാം, മന്ദഗതിക്കാരൻ. മന്ദഗതിക്കാരൻ, തണുപ്പൻ. അതുകൊണ്ട് അവൻ പറഞ്ഞത്, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വന്നിട്ട് ഞാൻ പിന്നെ നിന്നെ അനുഗമിക്കാമെന്ന്. ഉടനെ കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടിട്ട് നീ പോയി എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ മറുപടി അതാ. മൂന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, മറ്റൊരുത്തൻ യേശുവിനോട് കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. അങ്ങോട്ട് എന്ന് പറയാം, യേശുവിനോട് അങ്ങോട്ട് എന്ന് പറയാം, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. വായിച്ചാട്ടാ ഭാഗം. മറ്റൊരുത്തൻ, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ഞാൻ നിന്റെ കൂടെ വരാം, നീ പോകുന്നിടത്തൊക്കെ ഞാനും വരാം, അതെ ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് അതെ മറ്റൊരുത്തൻ യേശുവിനോട് എന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതെ ഒരുത്തൻ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതെ യേശു വേറൊരുത്തനോടെന്നാണ്. മൂന്നാമതായിട്ട് അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതെ മറ്റൊരുവൻ യേശുവിനോട്, അതും വേറെ ഇങ്ങോട്ട് വന്ന് പറയുക, യേശു വിളിച്ചതല്ല, മറ്റൊരുത്തൻ യേശുവിനോട്, കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണം. ഞാൻ പോയി എൻ്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും സഹോദരിമാരോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ ഒന്ന് അതിനൊരു പെർമിഷൻ, ഞാനിങ്ങനെ പോവുകയാണെന്ന് അതെ ഞാൻ പോയി പറഞ്ഞിട്ട് നിൻ്റെ കൂടെ വരാമെന്ന്. ഉടനെ യേശു എന്ത് പറഞ്ഞു? യേശു അവനോട് മറുപടി, വായിച്ചാട്ട്. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല എന്ന് പറഞ്ഞു. യേശു മറുപടി കൊടുത്തു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോക്കം തിരിയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് കർത്താവ് മറുപടി പറഞ്ഞു. അവന് നമ്മുടെ ഭാഷയിൽ ഒരു പേര് കൊടുക്കാം, അലക്ഷ്യ മനോഭാവമുള്ളവൻ. കർത്താവ് വിളിച്ചു. അപ്പോൾ കർത്താവിന് പിന്നാലെ ചെന്നാൽ മതിയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അവരുടെ അനുവാദം ചോദിക്കട്ടെ, പപ്പായോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, പിന്നെ സഹോദരങ്ങളോട് ചോദിക്കണം, ചോദിച്ചിട്ട് വന്ന് പിന്നെ കർത്താവിനെ പിൻപറ്റാമെന്ന്. ഉടനെ കർത്താവ് പറഞ്ഞതെന്താ? നീ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല, നിന്നെക്കൊണ്ട് ഈ സുവിശേഷ വേല നടക്കത്തില്ല, എന്നെ അനുഗമിക്കാൻ നിനക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പ്രാരംഭത്തിൽ വായിച്ചല്ലോ, അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഈ സ്ഥാനം സ്വതവേ എടുക്കാൻ സാധ്യമല്ല. ഇനി ലൂക്കോസ് 14:26 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത് വാക്യം. അവിടെയും വലിയ പുരുഷാരം യേശുവിനെ പിൻപറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ പുരുഷാരം, എണ്ണം കൊടുത്തിട്ടില്ല. വലിയ പുരുഷാരം യേശുവിൻ്റെ പിറകെ ഇങ്ങനെ പോകുമ്പോൾ യേശു മുൻപിൽ നിൽക്കുക. യേശുവിൻ്റെ മുമ്പിൽ ആരും പോകുന്നില്ല, യേശുവാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ നടന്ന് വഴി പോകുമ്പോൾ യേശു തിരിഞ്ഞു നിന്നപ്പോൾ അവരുടെ എല്ലാ മുഖം യേശുവിന് കാണാം. തിരിഞ്ഞു നിന്നിട്ട് യേശു പറഞ്ഞൊരു വാക്ക് അതാ കേൾക്കേണ്ടത്. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും അത് അവനുള്ള സകലവും പിന്നെ ഇവയെല്ലാം വെറുക്കാത്ത ഒരുവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന്. വായിച്ചാട്ടാ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യൻ ആയിരിക്കാൻ കഴിയുകയില്ല. എല്ലാവത്തെയും പകയ്ക്കണമെന്ന ഇംഗ്ലീഷിൽ ഹെയ്റ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സകലത്തെയും പകയ്ക്കാതെ ഇരിക്കുന്ന ഒരുവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പനും കൂടെ താമസിക്കണം, അമ്മയും കൂടെ താമസിക്കണം, സഹോദരങ്ങളും സഹോദരിമാരും മക്കളും ഭാര്യയും എല്ലാവരും ഒരുമിച്ച് പാർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ പിൻപറ്റുവാൻ സാധ്യമല്ല.
എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബായിൽ കോനാട്ട് മൽപ്പാൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു. കോനാട്ട് മൽപ്പാൻ. മാക് ഡൊണാൾഡ് എഴുതിയ അത് യഥാർത്ഥ ശിഷ്യത്വം എന്ന ഇംഗ്ലീഷ് പുസ്തകം അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ കോനാട്ട് മൽപ്പാനച്ചനാണ്. ആ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സകലത്തെയും ഉപേക്ഷിക്കാത്ത ഒരുവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന്. എല്ലാവരെയും ഉപേക്ഷിക്കണമെന്ന്. കോനാട്ട് മൽപ്പാൻ യഥാർത്ഥ ശിഷ്യത്വം ആ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ വായിച്ച് നോക്കുക. അതെ, സകലത്തെയും ഉപേക്ഷിക്കാത്ത ഒരുവന്. അതാകട്ടാ പറഞ്ഞത്, അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും പിന്നെ സ്വന്തം ജീവനെയും കൂടെ പണയം വയ്ക്കണം. സ്വന്തം ജീവനെയും കൂടെ ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ നാമനിമിത്തം നമ്മുടെ ജീവൻ കളയേണ്ടി വന്നാലും അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ പുരോഹിതന്മാർ, അച്ഛന്മാർ അത് ചൊല്ലുന്ന ഒരു ചൊല്ലുത്തുണ്ട്: ലോകം താത സഹോദര ജാതി അതും തറവാടും ആകെ ഉപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹൃദയന്മാരെ സദാകാലം പിൻപറ്റുവത് നന്നേറ്റം. നിങ്ങളിൽ ചിലരെങ്കിലും അത് യാക്കോബയിലോ മർത്തോമയിലോ CSIയിലോ ഒക്കെ ആയിരിക്കുന്ന കാലത്ത് ഈ ശ്ലോകം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ലോകം താത സഹോദര ലൂക്കോസ് 14:26 ശ്ലോകമായിട്ട് എഴുതിയിരിക്കുക. ലോകം താത സഹോദര ജാതി അതും തറവാടും ആകെ ഉപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹൃദയന്മാരെ സദാകാലം പിൻപറ്റുവത് നന്നേറ്റം. ഇങ്ങനെ പിൻപറ്റാൻ ആരെ കൊണ്ട് കഴിയും? ലോകത്തെ വിടണം. അതെ, മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയും ഭാര്യയും മക്കളെയും നിലങ്ങളെയും പുരയിടങ്ങളെയും സകലത്തെയും ഉപേക്ഷിക്കാത്ത ഒരുവന് കർത്താവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് അത് കോനാട്ട് മൽപ്പാൻ പരിഭാഷപ്പെടുത്തിയപ്പോൾ അങ്ങനെ പോകാൻ ആർക്ക് കഴിയും? സകലത്തെ ഉപേക്ഷിച്ച് പോകാൻ ആർക്ക് കഴിയും? എന്നിട്ട് കർത്താവ് പറഞ്ഞു, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കണമെന്ന് പറഞ്ഞു. ദൈവം വിളിച്ചാൽ പിന്നെ അവിടെ നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ പിറകെ പോകണം, കർത്താവിൻ്റെ പിന്നാലെ പോകണം. ഞാൻ 75 ഈ തിരുവല്ലായിലുള്ളപ്പോൾ ഇതിൻ്റെ ഒരു ലോക്കൽ സഭയിൽ നിന്ന് രാജു എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, വീടിൻ്റെ മുഴുഭാരവും അവൻ്റെ മണ്ടയിലാണ്. കൽക്കട്ടയിൽ ഒരു ടയർ കമ്പനി ജോലിയാണ്, കഠിനമായ ജോലിയാണ്. കിട്ടുന്ന കാശ് വീട്ടിൽ അയച്ചു കൊടുക്കും. വീട്ടുകാർ ചിലവ് കഴിയണം. പിന്നെ അതിനിടയ കുട്ടികളുണ്ട്, അവർ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കണം. സാമ്പത്തികമില്ലാത്ത ഒരു വീടെന്ന് പറഞ്ഞാൽ അത് വീടെന്ന് പറയാൻ പറയുകയില്ല. ഒരു ഓല ഷെഡ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. ആ രാജുവിൻ്റെ യാത്രയപ്പ് യോഗത്തിന് സംബന്ധിക്കാൻ ഞാൻ പോയതാണ്. ചെന്നപ്പോൾ ഓല കെട്ടിമേഞ്ഞ ഒരു ഷെഡ്. ആ ഷെഡിന് ഭിത്തിയൊന്നുമില്ല കേട്ടോ, പരമ്പ് കൊണ്ട് തട്ടിയുണ്ടാക്കി കെട്ടി തൂക്കിയിട്ടിരിക്കുക. യാത്രയപ്പ് യോഗം അവിടെ വെച്ചാണ് നടത്തേണ്ടത്. പന്തലിടാനും അതിനുള്ള സ്ഥലവുമില്ല. തീരെ കുറഞ്ഞ സെൻറ്റ്, 4-5 സെൻറ്റേ ഉള്ളൂ. അതിനകത്ത് ഈ ഓല ഷെഡ്. ഈ ഓല ഷെഡിനകത്ത് ആ സൈഡ് മറച്ചിരുന്ന ആ പരമ്പ് തട്ടികളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അകത്തും പുറത്തുമായിട്ട് ഇരിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമപ്പെടുത്തി. യാത്രയപ്പ് യോഗം, ഇതുപോലുള്ള യാത്രയപ്പ് യോഗം ആ വീട്ടിൽ നടത്തി. വീടിൻ്റെ എന്തുകൊണ്ടാണ് അവിടുത്തെ ഈ മൂത്ത മകൻ, അവൻ അധ്വാനിക്കുന്ന പൈസ വീട്ടിൽ അയച്ചു കൊടുത്താണ് വീടുകാർ ചിലവ് അത് നടത്തുന്നത്. സ്വന്തമായ പാർപ്പിട സൗകര്യവും വേണ്ട വിധത്തിലില്ല. ആ സന്ദർഭത്തിൽ ആ യോഗത്തിൽ സംബന്ധിപ്പാൻ എനിക്കും കർത്താവ് അവസരം നൽകി. ആ രാജുവുമായി ഈ തിരുവല്ല സെൻട്രൽ ഫെയ്ത്തുവും പഴയ ഫെയ്ത്തുവും ഇതിന് മുകളിലുള്ള പഴയ ഫെയ്ത്തുവും പഴയ ആരാധനാ ഹോള് അവിടെയാണ് ആ ഫെയ്ത്തുവും. പിന്നീടാണ് ഈ സ്ഥലവും ഈ ഹോളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ രാജുവിനെ ഇവിടെ കൊണ്ടുവന്ന് ഫെയ്ത്തോവിലാക്കി. ഞങ്ങളോടൊത്ത് രാജു കർത്താവിൻ്റെ ശുശ്രൂഷകനായി തീർന്നു. രാജു കർത്താവിൻ്റെ വേലയ്ക്കായി പുറപ്പെട്ടു പോയപ്പോൾ നാട്ടുകാരും മറ്റുള്ളവരും നമ്മുടെ സഹോദരങ്ങൾ പോലും രാജു എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഇനി ഈ കുടുംബം ആര് നടത്തും, മാതാപിതാക്കൾ പ്രായമായിരിക്കുന്നു, വീട്ടിലെ ചുമതല മുഴുവൻ രാജുവിൻ്റെ മണ്ടയിലോ, എങ്ങനെ സാധിക്കും എന്ന് മറ്റുള്ളവർ ചോദിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം
ദൈവം ഏറ്റെടുത്തു. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. രാജു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു വന്നപ്പോൾ ആ ഭവനത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവം ഏറ്റെടുത്തു. ആ ഭവനത്തിൽ ഒരു മകൾ, അവൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ആരോ അവളെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. ബോംബെയിൽ ചെന്ന് നേഴ്സിങ്ങിന് ചേർന്നു, പഠിച്ചു. ആ പഠിത്തം പൂർത്തിയായി. രാജു ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാം. ബോംബെയിൽ രാജുവിൻ്റെ പെങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കുക. നേഴ്സിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അവിടുത്തെ പ്രാക്ടീസും കഴിഞ്ഞിട്ട് അന്നത്തെ കാലത്ത് അമേരിക്കയ്ക്ക് പോകാൻ ഒരു ചാൻസ് ഈ രാജുവിൻ്റെ പെങ്ങൾക്ക് ലഭിച്ചു. രാജു വേലയ്ക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമായി പറയുന്നത്. ഭവനത്തിൻ്റെ ഉത്തരവാദിത്തം ദൈവം ഏറ്റെടുത്തു. ആ മകൾ അമേരിക്കയിൽ പോയി. ചുരുക്കമായി പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഭവനത്തിലുള്ള എല്ലാ മക്കളും അവരുടെ മാതാവും പിതാവും എല്ലാം അമേരിക്കയിലേക്ക് പോയി. മക്കൾക്കൊക്കെ അവിടെ ജോലിയായി. സാമ്പത്തികമായി ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരെ ഉയർത്തി. ആ ചെറിയ ആ കുടില്, ആ ചെറിയ ഷെഡ്, ഓലമേഞ്ഞ ഷെഡ് നിന്ന സ്ഥാനത്ത് അല്പം കഴിഞ്ഞപ്പോൾ ഒരു 2 നില കെട്ടിടം, അന്നത്തെ രീതിയിൽ ഏറ്റവും നല്ലൊരു കെട്ടിടം ദൈവം അവർക്ക് കൊടുത്തു. രാജു കർത്താവിൻ്റെ ശുശ്രൂഷ 7 മാസമേ ചെയ്തുള്ളൂ. 7 മാസം. ഞാനിവിടെ ഉണ്ട്, മറ്റ് വേറെ കർത്താവിൻ്റെ ശുശ്രൂഷകരുണ്ട്. 7 മാസം ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജുവിന് മല്ലപ്പള്ളിയിൽ നമുക്കൊരു സുവിശേഷ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിന് അധ്വാനിച്ചു. അന്ന് മഴ പെയ്തു, മഴ നനഞ്ഞു. മല്ലപ്പള്ളിയിൽ നിന്ന് രാജു ഇവിടെ തിരിച്ചു വരുമ്പോൾ പനി പിടിച്ചു, ടൈഫോയിഡായി ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ കിടന്നു. അതിനുശേഷം രാജു കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, സിയോനിലേക്ക് ചേർക്കപ്പെട്ടു. 7 മാസമേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുള്ളൂ. ആ സംസ്കാര ശുശ്രൂഷയിൽ ഞാൻ സംബന്ധിച്ചു. അന്നത്തെ സെൻട്രൽ പാസ്റ്റർ പാട്ടത്തിൽ അവറാച്ചൻ, അമിച്ചേരി അവറാച്ചൻ എന്ന് പറയുന്ന പാസ്റ്റർ, പ്രായമുള്ള അപ്പച്ചൻ, 78 വയസ്സ്. ആ അപ്പച്ചൻ ഈ രാജുവിൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്ക്, നമ്മെ വിട്ട് സിയോനിലേക്ക് ചേർക്കപ്പെട്ട ഈ രാജു, അവൻ 7 മാസമേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുള്ളൂ. പക്ഷേ ആ ശുശ്രൂഷ പൂർണ്ണമായ ശുശ്രൂഷ ചെയ്തു. 7 എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണസംഖ്യയെ വെളിപ്പെടുത്തുക. 7. അവൻ എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നു. ആ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ വാക്കാ. അന്ന് ഒരു 45 വർഷമെങ്കിലും ആ അപ്പച്ചൻ ശുശ്രൂഷ ചെയ്ത സമയമായിരിക്കും. ആ അപ്പച്ചൻ പറഞ്ഞു, 7 മാസം ശുശ്രൂഷ ചെയ്ത ഈ രാജു എന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്നുവെന്ന്. അവൻ ലക്ഷ്യം വെച്ച സ്ഥാനത്തേക്ക്, സിയോനിലേക്ക് അവൻ ചേർക്കപ്പെട്ടുവെന്ന് സെൻട്രൽ പാസ്റ്റർ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ എബിനെന്ന് പറയുമ്പോൾ പുരുഷ സന്താനം, പെൺമക്കൾ പറയുന്നുണ്ട്. ഏക മകനാ. അവൻ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടവനാ, പിതാവിനെയും മാതാവിനെയും സംരക്ഷിക്കേണ്ടവൻ. അതൊന്നും ചെയ്യാതെ ദൈവം വിളിച്ചെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഭവനത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവം ഏറ്റെടുത്തുകൊള്ളും. അതിൻ്റെ വ്യക്തമായൊരു തെളിവാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ പിൻപറ്റുവാൻ ഒരുവൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ദൈവം ഏറ്റെടുത്തുകൊള്ളും. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകർക്കും ഇതേ സാക്ഷ്യം തന്നെ പറയുവാൻ കഴിയും. അവർ ശുശ്രൂഷയ്ക്ക് വന്നതിനാൽ കുടുംബം അധപ്പതിച്ചു പോയില്ല, കുടുംബം ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോയില്ല. ഭവനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു. കാരണം ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും 2 മക്കളും, ഒരു മോളും ഒരു മോനും. ആ മോനെ പഠിപ്പിച്ച് കഴിഞ്ഞ് അവൻ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം അവനെ ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചു. ഒരേ ഒരു മകൻ. അവൻ പോയി കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ പ്രായത്തിലേക്ക് വരിക, അവരെ ആര് നോക്കും? പിന്നുള്ളതൊരു സഹോദരിയാണ്, അവളെ കല്യാണം കഴിച്ചയക്കണം. വീടിൻ്റെ ഉത്തരവാദിത്തം ആ മകനിൽ നിക്ഷിപ്തമായിരുന്നു. പക്ഷേ അവൻ ദൈവത്തിൻ്റെ വിളി കേട്ട്, ദൈവ ശബ്ദം കേട്ട്, ദൈവിക ദർശനം പ്രാപിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വന്നു. ആ യാത്രയപ്പ് യോഗവും ഇതേപോലെ ഫെയ്ത്ത് ഹോമിൽ വെച്ച് ഒരു 7 വർഷത്തിന് മുൻപ് ഞാൻ നടത്തി. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുടുംബം അനാഥമായി പോയില്ല. ആ മകളും കുടുംബവും കുഞ്ഞും ഇന്ന് ഗൾഫിലുണ്ട്. അപ്പൻ എപ്പോഴും ജോലി ചെയ്ത് ജീവിക്കുന്നു. അമ്മയ്ക്കും അപ്പനും ആരോഗ്യമുണ്ട്. കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവം ഏറ്റെടുത്തു. പേരൻസ് വിചാരിക്കും, മാതാപിതാക്കൾ വിചാരിക്കും, ഈ കുടുംബം ഇനി ആര് നോക്കും, ഞങ്ങളെ ആര് നോക്കുമെന്ന്. ഒരു ദൈവം നോക്കിക്കൊള്ളും. കാരണം മകൻ പോയത് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ്.
ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നുപോയപ്പോൾ കുടുംബത്തിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും ദൈവം ഏറ്റെടുത്തുകൊള്ളും. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഈ സ്ഥാനം സ്വതവേ എടുക്കുവാൻ കഴിയില്ല. എല്ലായെങ്കിലും ഒരു വർഷം കഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എബിൻ വിചാരിച്ചാൽ മതിയായിരുന്നു, ഞാനിനി സൂര്യ വേലയ്ക്ക് പോകുന്നില്ല, ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഒരു വർഷം ക്ഷമയോടെ കാത്തിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ശുശ്രൂഷയ്ക്കായി, അതെ, മാതാപിതാക്കളുടെ അനുവാദത്തോട് ശുശ്രൂഷയ്ക്കായി എഴുതി കൊടുത്തു. ദൈവം അതെ വിശുദ്ധന്മാരാൽ കൈവച്ച് ഈ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേല വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് കർത്താവ് അതെ തിരുവായി മൊഴിഞ്ഞു. ദൈവം വിളിച്ചിട്ട് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ, മനുഷ്യൻ വിളിച്ചാൽ വരാൻ പറ്റത്തില്ല. ഈ ഇരിക്കുന്ന ശുശ്രൂഷകരോട് എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക. ദൈവം അവരെ വിളിച്ചു, എന്നെ ദൈവം വിളിച്ചു. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിട്ട് ഈ TPM-ൽ അതെ തൻ്റെ വേല തികച്ച് സിയോനിലേക്ക് ചേർക്കപ്പെട്ടു. അന്ന് ഞാൻ പള്ളിപ്പാട് സഭാ ശുശ്രൂഷകരായിരിക്കുന്ന സമയമാണ്. സുവിശേഷ വേലയ്ക്ക് എനിക്ക് വിളിയുണ്ടായപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം എന്നെ വിളിച്ചു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വരണമെന്ന് വിചാരിച്ചതേ അല്ല. അപ്പനെ ദൈവം വിളിച്ചെങ്കിൽ അപ്പം വേല ചെയ്തോട്ട് എനിക്കൊരു വിശ്വാസിയായി ജീവിച്ചാൽ മതി എന്നായിരുന്നു എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ ദൈവം എന്നോട് ഇടപെട്ടു. ദൈവം എന്നെ വിളിച്ചു, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ള വചനം ദൈവം എനിക്ക് നൽകി. എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയ്ക്കായി അതെ ഞാൻ സ്വയം എന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. കർത്താവേ, എൻ്റെ പിതാവിനെ പോലെ ഞാനും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു കൊള്ളാം എന്ന് എന്നെ തന്നെ സമർപ്പിച്ചു. അല്ല, ഞാനിത് ആഗ്രഹിച്ചതല്ല. ദൈവം വിളിച്ചപ്പോൾ ആ ദൈവത്തിൻ്റെ വിളി കേട്ട് അഹരോനെ പോലെ ദൈവം എന്നെ വിളിച്ചപ്പോൾ അതെ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്തു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടു. കഴിഞ്ഞ 50 വർഷമായി കർത്താവിൻ്റെ ഈ മഹത്വപൂർണ്ണമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷകർക്കെല്ലാം ഈ സാക്ഷ്യം പറയുവാൻ കഴിയും. ചിലർക്ക് ഏറിയ നാളുകൾ ലഭിച്ചു, ചിലർക്ക് കുറച്ച് നാളുകൾ ലഭിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അമ്മച്ചി അതെ 20ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വന്നു. ഏറിയ വർഷങ്ങളായി, ഇപ്പോൾ വയസ്സ് 84. അതെ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയുവാനുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാനുണ്ട്. 30 വർഷമായവർ, 35 വർഷമായവർ, 10 വർഷമായവർ, 2 വർഷമായവർ ഒക്കെ അതെ കർത്താവിൻ്റെ ശുശ്രൂഷകരിലുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, അനേക വിശുദ്ധന്മാർ സിയോനിലേക്ക് ചേർക്കപ്പെട്ടു. അതെ, ആ സിയോനിലേക്ക് ചേർക്കപ്പെടുവാനായി അതെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകരാണ് ഇവിടെ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു എന്നുള്ള ആ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എബിനെ നമ്മുടെ അതെ മദ്രാസിലേക്ക് ട്രെയിനിങ് സെൻ്ററിലേക്ക് അയക്കുന്നു. ആ ട്രെയിനിങ് 2 വർഷം അതെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡ് അതെ ഭംഗിയായി പ്രമാണപ്രകാരം കംപ്ലീറ്റ് ചെയ്ത് ഒരു നല്ല ശുശ്രൂഷകനായി അതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് ഈ ശുശ്രൂഷയിൽ അവസാനിച്ച് സിയോനിലേക്ക് ചേർക്കപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയ കാലത്തെ പോലെയുള്ള പട്ടിണിയില്ല. അതെ, വേണ്ട വിധത്തിലുള്ള വസ്ത്രം പോലും ഇല്ലാതെ എല്ലാ സുവിശേഷ വേലക്കാരുടെ കയ്യിലും അതെ സൂചിയും നൂലും ഉണ്ടായിരുന്നു. സൂചിയും നൂലും എന്തിനാണെന്നറിയാമോ? അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം കീറുമ്പോൾ എവിടെയെങ്കിലും അത് കീറൽ വെച്ചാൽ അത് തയ്ക്കുവാൻ വേണ്ടി ആ ഷർട്ട് പിന്നെ പുറത്തു കൊടുത്ത് തയ്പ്പിക്കുകയല്ല, വേറെ ഉടുപ്പില്ല, ഇത് തയ്ക്കും. അവരുടെ കയ്യിൽ സൂചി നൂലുമുണ്ട്, എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇപ്പം അങ്ങനല്ല. നമുക്ക് ആവശ്യത്തിന് വസ്ത്രം, ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. അതെ, ഞാൻ ഈ തിരുവല്ല സെൻറ്ററിൽ ശുശ്രൂഷയ്ക്കായി വന്നാണ് നല്ല ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചത്. അതുവരെ കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. ഫ്രൈ റൈസ് വേണോ, പിന്നെ ചിക്കൻ ബിരിയാണി വേണോ, മട്ടൻ ബിരിയാണി വേണോ, പിന്നെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ഉച്ചഭക്ഷണമുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഞാൻ ഫെയ്ത്തോമേ വന്ന കാലത്ത് ഭക്ഷണം ഇല്ലാത്ത കാലമായിരുന്നു. ഏറിയ പക്ഷം ഈ ശുശ്രൂഷ ചെയ്ത അനേകർ അതെ എത്രയോ പട്ടിണി കിടന്നു. വേണ്ട വിധത്തിലുള്ള വസ്ത്രമില്ല, താമസ സൗകര്യമില്ല. ഇന്ന് നമ്മുടെ ഫെയ്ത്തോമുകളെല്ലാം ഹൈടെക് വീടുകളാണ്. എല്ലാവരും അറിയാൻ പറയുക, ഹൈടെക് വീടുകളാണ് എന്ന് വെച്ചാൽ മനസ്സിലായോ? എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല മുറികൾ, നല്ല സൗകര്യം, ഇൻ്റർലോക്ക് ഇട്ട നല്ല മിറ്റം, പിന്നെ
വാഹനവും. ഈ ഇവൻ ശുശ്രൂഷ അതെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് വരുമ്പോൾ അവന് ശുശ്രൂഷ ചെയ്യാനായിട്ട് സഭകൾ വരെ കാത്തു കിടക്കുക. ഇതിൻ്റെ ലോക്കലിൽ 6 വേല സ്ഥലങ്ങളിൽ സുവിശേഷ വേലക്കാരൻ സഹോദരന്മാരില്ലെന്ന്. ഒരു ശുശ്രൂഷകൻ 2ഉം 3ഉം സഭായവും പോയി നടത്തുക. 6 സ്ഥലത്ത് ചില സ്ഥലത്ത് ആളില്ല. ഈ 6 സ്ഥലത്തും വാഹനം 4 വീലറുണ്ട്, 4 വീലർ, പിന്നെ 2 വീലറും ഉണ്ട്. ആളില്ലാത്തടത്തും വാഹനം വരുന്നവരെ കാത്തു കിടക്കുക. അങ്ങനെ ദൈവം നമ്മുടെ വേലയെ അനുഗ്രഹിച്ചു. സാമ്പത്തികമായി ദൈവം നമ്മെ ഉയർത്തി, ആത്മാക്കളെ ദൈവം തന്നു. അവരുടെ നന്മകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുന്നവരായിട്ട് ഒരു കൂട്ടം ജനത്തെ കർത്താവിൻ്റെ മുൻപിൽ തേജസ്സോടെ നിർത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനോടും ഞങ്ങൾ ഉപദേശിക്കുന്നു, സുവിശേഷം പറയുന്നു. എന്തിനു വേണ്ടി? സഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി. ഈ ഇരിക്കുന്ന ദൈവമക്കളെ പൂർണ്ണതയിലെത്തിക്കുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷകർ ആവശ്യമാണ്. അഹശ്വേരോശ് രാജാവിൻ്റെ മുൻപിൽ അത് ഒരു രാജ്ഞിയെ ഒരുക്കി കൊണ്ട് നിർത്തുവാനായിട്ട് അന്നത്തെ കാലത്ത് അത് 7 ഷണ്ണന്മാരുണ്ടായിരുന്നു. രാജസന്നദ്ധിയിൽ 7 ഷണ്ണന്മാർ. അവർ വേണം ഈ രാജ്ഞിയെ ഒരുക്കി രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവരുവാൻ. എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക. ആയതുപോലെ പുതിയ നിയമസഭയെ ഒരുക്കുവാൻ, പൂർണ്ണപ്പെടുത്തുവാൻ, അത് അവരെ വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരാക്കി തീർക്കുവാൻ, വിശുദ്ധിയിൽ പൂർണ്ണതയുള്ളവരാക്കി തീർക്കുവാൻ, അത് ദൈവസ്നേഹത്തിൽ പൂർണ്ണതയുള്ളവരാക്കി തീർക്കുവാൻ, ഇങ്ങനെ ആത്മീയമായ സകല വിഷയങ്ങളിലും പൂർണ്ണപ്പെടുത്തി കർത്താവിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തണം. അതിനുവേണ്ടിയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷകന്മാരെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുന്നവരായിട്ട് ആ വെളിപ്പാട് ദൈവം ഞങ്ങൾക്ക് നൽകിയപ്പോൾ സകലത്തെയും വിട്ട് ദൈവ വിളി കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഈ യാത്രയോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ, ഇന്ന് മക്കളെയൊക്കെ അമേരിക്കയെ വിടാനും കാനഡയെ വിടാനും സ്വിറ്റ്സർലൻഡിൽ വിടാനും ഏത് രാജ്യത്ത് വേണേലും പോകാം. അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ടത് സാധ്യമല്ലായിരുന്നു. മാതാപിതാക്കൾക്കും താല്പര്യം മോൻ കാനഡയിൽ പോകണം, മോള് ഓസ്ട്രേലിയയിൽ പോകണം, ഇറ്റലിയിൽ പോകണം, ഏത് രാജ്യത്ത് വേണേലും പോകാം. മാതാപിതാക്കളും അതാ ആഗ്രഹിക്കുന്നത്. കർത്താവേ, എൻ്റെ മകനെയോ മകളെയോ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ അവർ പോയിക്കൊള്ളട്ടെ, അവർ പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യട്ടെ. എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, എൻ്റെ മക്കൾ ചെയ്യട്ടെ, എൻ്റെ മകൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. അഹരോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്കല്ലാതെ ആർക്കും ഈ സ്ഥാനം സ്വയം ഏറ്റെടുക്കാൻ കഴിയുകയില്ല. കണ്ണുകളെ അടച്ചാട്ട് ഇന്ന് രാത്രിയിൽ നാം ധ്യാനിച്ച വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി പരിണമിക്കട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ഈ മകന് അത് അനുഗ്രഹമായി പരിണമിക്കട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.